2026 2020 ലോകകപ്പിൽ തോൽവിയുടെ വക്കിൽ നിന്ന ഇന്ത്യയെ വിസ്മയ പ്രകടനത്തിലൂടെ രക്ഷിച്ചെടുത്ത ആ നായകൻ സഞ്ജുവിനെ ഓർമ്മയിലെ നിർണായക മത്സരങ്ങളിലെല്ലാം രക്ഷകനായി മാറിയ ആ സഞ്ജുവിനെ 2020 രക്ഷകൻ 2027 ഏകദിന ലോകകപ്പും ഇന്ത്യക്ക് നേടിത്തരാൻ ശേഷിയുള്ള ഹീറോ തന്നെയാണ്. സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ സെഞ്ചുറിയും ഏകദിനത്തിൽ 56 മുകളിൽ ശരാശരിയുമുള്ള താരത്തെ ഇന്ത്യൻ ടീം മാനേജ്മെന്റും ക്രിക്കറ്റ് പണ്ഡിറ്റുകളും എന്തിനാണ് ബോധപൂർവം മറക്കാൻ ശ്രമിക്കുന്നത്? ഏത് ബാറ്റിംഗ് പൊസിഷനിലും തിളങ്ങാൻ കഴിയുന്ന രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ആ പകരക്കാരനെ BCCI തഴയുന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? വരാനിരിക്കുന്ന ഏകദിന ലോകകപ്പിൽ സഞ്ജു സാംസൺ എന്തുകൊണ്ട് കളിക്കണമെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം 2027 ഏകദിന ലോകകപ്പ് മുന്നിൽ കണ്ടുള്ള പടയൊരുക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏകദിന ഫോർമാറ്റിൽ കരുത്തുറ്റ താരനിരയുണ്ടെങ്കിലും സമീപകാലത്തായി ഇന്ത്യക്ക് മികവ് കാട്ടാൻ സാധിക്കുന്നില്ലെന്നത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഏകദിന ഫോർമാറ്റിൽ ഇന്ത്യ പല പരീക്ഷണങ്ങളും തുടരുകയാണ്. മികച്ച ഒരു നിരയെ സൃഷ്ടിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഏകദിന ടീമിന്റെ പദകളിൽ നിന്ന് പൂർണ്ണമായും തഴയപ്പെട്ടു നിൽക്കുന്ന താരമാണ് സഞ്ജു സാംസൺ. ഏകദിനത്തിൽ 56 ശരാശരിയുള്ള സഞ്ജു സൗത്ത് ആഫ്രിക്കയിലെ പ്രയാസമുള്ള പിച്ചിൽ സെഞ്ചുറി നേടിയ താരമാണ്. കേരളത്തിനായി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറിയും സഞ്ജു നേടി. എന്നിട്ടും ഏകദിന ടീമിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കപ്പെടുന്നേയില്ല. കഴിഞ്ഞ ദിവസം അശ്വിനും സുനിൽ ഗവാസ്കറും 2027 ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ സാധ്യതാ ടീമിനെ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ സഞ്ജുവിനെ പരിഗണിച്ചിരുന്നില്ല. സഞ്ജുവിൻ്റെ പേര് പോലും ഇരുവരും ചർച്ചയാക്കി കൊണ്ടുവരുന്നില്ല. ഇപ്പോഴിതാ സഞ്ജുവിനും ഗവാസ്കറിനുമെതിരെ വിമർശനം ഉയർത്തുകയാണ് ആരാധകർ. കണക്കുകൾ നോക്കാൻ തയ്യാറാവാതെയാണ് എല്ലാവരും സഞ്ജുവിനെ ഏകദിനത്തിൽ മോശക്കാരനാക്കുന്നതെന്നാണ് ആരാധകർ പറയുന്നത്. ഇന്ത്യക്കായി 14 ഏകദിന ഇന്നിംഗ്സിൽ നിന്ന് 510 റൺസാണ് സഞ്ജു നേടിയത്. 56.67 ശരാശരിയിൽ കളിക്കുന്ന സഞ്ജു ഒരു സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. ലിസ്റ്റ് ക്രിക്കറ്റിൽ കേരളത്തിനായി പുറത്താവാതെ 212 റൺസ് നേടാനും സഞ്ജു സാംസണ് സാധിച്ചു. ലിസ്റ്റ് ക്രിക്കറ്റിൽ 34.27 ശരാശരിയും സഞ്ജുവിനുണ്ട്. എന്നിട്ടും T20 മാത്രമായി സഞ്ജുവിനെ ഒതുക്കുകയാണെന്നാണ് ആരാധകപക്ഷം. 2027 ഏകദിന ലോകകപ്പിൽ സഞ്ജു ഉണ്ടാകില്ലെന്ന കാര്യം വസ്തുതയാണ്. നിലവിൽ KL രാഹുൽ പ്രധാന വിക്കറ്റ് കീപ്പറാകുമ്പോൾ ഋഷഭ് പന്തിനെയും മറികടന്ന് ഇപ്പോൾ ഇഷാൻ കിഷനാണ് ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ. ഈ രണ്ടുപേരും ഏകദിന ലോകകപ്പും കളിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. സഞ്ജുവിനെ പൂർണ്ണമായും അവഗണിക്കുന്ന നിലയിലാണ് ഇപ്പോൾ ടീം മാനേജ്മെന്റ് ഉള്ളത്. സിംബാബ്വെക്കെതിരെ 2020 പരമ്പരയിൽ നിന്ന് തഴയപ്പെട്ട സഞ്ജുവിനെ ഇനി ഏഷ്യ കപ്പിലൂടെ കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഏകദിനത്തിൽ ഏത് ബാറ്റിംഗ് പൊസിഷനിലും കളിക്കാൻ ശേഷിയുള്ള താരമാണ് സഞ്ജു. രോഹിത് ശർമ്മ കളമൊഴിയുമ്പോൾ പകരക്കാരനായി ഏറ്റവും അനുയോജ്യൻ സഞ്ജുവാണെന്ന് പറയാം. രോഹിത് ശർമ്മയെ പോലെ നന്നായി പുൾ ഷോട്ട് കളിക്കാൻ പ്രാപ്തിയുള്ള താരമാണ് സഞ്ജു. പതിയെ തുടങ്ങി പിന്നീട് കടന്നാക്രമിച്ച് കളിക്കുന്ന സഞ്ജു രോഹിത്തിൻ്റെ ഉത്തമ പകരക്കാരനായേക്കും. പക്വതയോടെ കളിക്കാനും സഞ്ജുവിന് കഴിയുന്നു. വലിയ മത്സരങ്ങളിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കളിക്കാനും സഞ്ജു സാംസണ് ശേഷിയുണ്ട്. 2026 2020 ലോകകപ്പ് അതിന് വലിയ ഉദാഹരണമാണ്. എന്നാൽ ഇന്ത്യ സഞ്ജുവിനെ ഏകദിനത്തിൽ പരിഗണിക്കുന്നേയില്ലെന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം. നിലവിലെ ടീം സമവാക്യങ്ങളും സെലക്ടർമാരുടെ തീരുമാനങ്ങളും നോക്കുമ്പോൾ 2027 ഏകദിന ലോകകപ്പ് ടീമിൽ സഞ്ജു സാംസൺ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നത് വസ്തുതയാണ്. എന്നാൽ സെലക്ഷൻ കമ്മിറ്റിയുടെ ഈ അവഗണനകൾ സഞ്ജു എന്ന പ്രതിഭയുടെ അവസാനമല്ല. ലഭിക്കുന്ന കുറഞ്ഞ അവസരങ്ങളിൽ പോലും തൻ്റെ ബാറ്റിംഗ് മികവും പക്വതയും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജുവിന് മുന്നിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വാതിലുകൾ എന്നേക്കുമായി അടഞ്ഞുവെന്ന് കരുതാനാവില്ല. 2027 ലോകകപ്പ് ഒരുപക്ഷെ കൈവിട്ടു പോയേക്കാം. എന്നാൽ ലോകകപ്പിന് ശേഷമുള്ള ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക്, പ്രത്യേകിച്ച് രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ശേഷമുള്ള ആ ഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാന താരങ്ങളിൽ ഒരാളായി സഞ്ജു സാംസൺ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. കാത്തിരിക്കാം ആ മികച്ച മടക്കത്തിനായി.